ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സ് ആണ്. യൂണിറ്റ് 2 രണ്ടാമത്തെ യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. അതായത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ എക്സാം ആണ്. മോഡൽ പരീക്ഷയും അതുപോലെ അതിൻ്റെ ഉത്തരങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മാത്സ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ മാത്സ് യൂണിറ്റ് ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? 1000 കടന്ന് എന്നതിൻ്റെ പരീക്ഷയാണ്. ആദ്യം ചോദ്യങ്ങളും ശേഷം ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാഠത്തിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് പാഠത്തിൽ തന്നിരിക്കുന്നത് എല്ലാം നന്നായി പഠിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തുനിന്നൊരു ചോദ്യം വന്നാലും നമുക്കത് ഈസിയായി തോന്നുള്ളൂ. നമ്മൾ പാഠം ഒന്നും പഠിക്കാതെ ടഫാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് തന്നിരിക്കുന്ന പോർഷൻ എല്ലാം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും പുറത്തുനിന്ന് ചോദ്യങ്ങൾ വന്നാലും. അപ്പോൾ 1000 കടന്ന് എന്ന പാഠത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. 10 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം വായിക്കുക. നിങ്ങളുടെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഉത്തരങ്ങളെല്ലാം എഴുതുക. അതിനുശേഷം തന്നിരിക്കുന്ന ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എത്ര എണ്ണം ശരിയായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കിയാലോ 1000 കടന്ന് എന്നുള്ളതിൻ്റെ പരീക്ഷ. ആദ്യം തന്നെ വരച്ചു ചേർക്കൂ എന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാൽ ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടും? അപ്പോൾ ടോട്ടോ കാറിൻ്റെ നമ്പർ എത്രയാണെന്ന് നിങ്ങൾക്കൊരു സംശയം വരും. ഈ ചിത്രത്തിൽ കാറിൽ 1000 എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ തന്നിരിക്കുന്ന ഏതൊക്കെ തമ്മിൽ കൂട്ടിയാൽ 1000 കിട്ടും അത് നിങ്ങൾ വരച്ച് യോജിപ്പിക്കണം കേട്ടോ. ഇപ്പൊ ഈ 505 ഏതാണ്? 505ന്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് നമുക്ക് 1000 കിട്ടാൻ നോക്കുക. എന്നിട്ട് വരച്ച് യോജിപ്പിക്കുക. അപ്പൊ നമ്പറുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. 505, 999, 750, 990, 900, 250, 100, 1, 495, 10. അപ്പൊ ഇത് നിങ്ങൾ യോജിപ്പിക്കുക. 1000 കിട്ടുന്നത് യോജിപ്പിക്കുക കേട്ടോ. അടുത്ത ചോദ്യം അക്കത്തിലും അക്ഷരത്തിലും എഴുതൂ എന്നുള്ളതാണ്. ആദ്യം തന്നിരിക്കുന്ന നമ്പർ ഞാൻ അക്ഷരത്തിൽ പറയില്ല. 5250 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിനെ നിങ്ങൾ എങ്ങനെ അക്ഷരത്തിൽ എഴുതുന്നുള്ളത് ഇവിടെ എഴുതുക. അടുത്തത് 7707 എന്നുള്ളത് നിങ്ങൾ അക്കത്തിൽ ഇവിടെ എഴുതുക. പിന്നെ അടുത്തത് 9018 തന്നിട്ടുണ്ട്. അത് എങ്ങനെ അക്ഷരത്തിൽ പറയുന്നുള്ളത് ഇവിടെ എഴുതുക. 9009 എന്നുള്ളത് ഇവിടെ എഴുതുക. അടുത്ത ചോദ്യം, നമുക്കൊരു അബാക്കസ് തന്നിട്ടുണ്ട്. അബാക്കസിലെ സംഖ്യ എന്താണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഓരോന്നും എണ്ണിയിട്ട് അബാക്കസിലെ സംഖ്യ എഴുതാൻ അറിയാമെന്ന് കരുതുന്നു. അപ്പം അത് എഴുതുക. ഇതിനോട് ഒന്നുകൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ് എന്നുള്ളതും എഴുതുക. ഇത് 2 എണ്ണം ചെയ്യുക. അടുത്ത ചോദ്യം, കാറോട്ട മത്സരത്തിന് ശേഷം കേടുപാടുകൾ മാറ്റുന്നതിനായി ടോമോ കാറിനെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. ബാറ്ററി മാറ്റാൻ 3500 രൂപയും എഞ്ചിൻ പണിക്ക് 2500 രൂപയും പെയിന്റിങ്ങിന് 4000 രൂപയും ആയി. ആകെ എത്ര രൂപ ചെലവായി? അപ്പോൾ എല്ലാം കൂടി കൂട്ടി നോക്കണം നമ്മൾ. 3500, 2500, 4000 എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് ചെലവായ തുക എത്രയാണെന്ന് കിട്ടും. അടുത്ത ചോദ്യം, ടോട്ടോ കാർ ഒരു അഖിലേന്ത്യാ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. അതിനായി 4 ടയറുകളും മാറ്റണം. ഒരു ടയറിന് 2500 രൂപ. ആകെ എത്ര രൂപ വേണം? അപ്പം നിങ്ങൾക്ക് 2500നെ 4 തവണ എഴുതി കൂട്ടി നോക്കാം. അല്ലെങ്കിൽ 2500നെ 4 വെച്ച് ഗുണിച്ച് ഉത്തരം കണ്ടുപിടിക്കുക കേട്ടോ. അപ്പം ഞാനിതൊരു ഹിന്റ് തന്നതാണ് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഇതിൻ്റെ ആകെ തുക കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം വരുന്നത് പാറ്റേൺ അനുസരിച്ച് എഴുതാനാണ് കേട്ടോ. തന്നിരിക്കുന്ന മാതൃക പോലെ ഇത് കംപ്ലീറ്റ് ആക്കണം. ആദ്യ ചോദ്യം 500, 1000, 1500. ശേഷം എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം. 6 നമ്പറുകൾ എഴുതിയേ പറ്റൂ. അടുത്തത് 4000, 6000, 8000. തുടർന്നുള്ളത് എഴുതുക. അടുത്തത് 7628, 7728, 7828. അടുത്തത് 2222, 3333, 4444. അടുത്തത് 9400, 9300, 9200. ഇത് കണ്ടിന്യൂ ചെയ്ത് എഴുതുക കേട്ടോ. 6 കഴിഞ്ഞ 7ാമത്തെ ചോദ്യം, 1000നും 1100നും ഇടയിൽ 0ത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട് എന്നുള്ളതാണ്. അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി, ഇടയിലുള്ള നമ്പറുകൾ കേട്ടോ. അടുത്തത് 9999നും 10100നും ഇടയിലുള്ളതും 1ന്റെ സ്ഥാനത്ത് 0 വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതുക. അതായത് ഇതിലിപ്പോൾ 1ന്റെ സ്ഥാനം പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഏറ്റവും അറ്റത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള നമ്പറുകൾ എഴുതിയിട്ട് അതിൽ ഈ ഒരു സ്ഥാനത്ത് 0 വരുന്നത് ഇതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്ന സംഖ്യകൾ. 9 ഞാൻ ആര്? 4000നും 5000നും ഇടയിലുള്ള സംഖ്യയാണ്. 1000ന്റെ സ്ഥാനത്ത്
സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് 1ന്റെ സ്ഥാനത്തെ അക്കം. 1000ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. അക്കങ്ങളുടെ തുക 19 ആണ്. സംഖ്യ എന്താണ്? 10ാമത്തെ ചോദ്യം, 9999 എന്ന സംഖ്യയിൽ നിന്നും 1000 വീതം കുറഞ്ഞു വന്നാൽ 8ാമത് വരുന്ന സംഖ്യ എന്താണ് എന്നാണ് ചോദ്യം. ആദ്യം ഈ നമ്പർ എഴുതുക, ശേഷം 1000 1000 1000 കുറച്ച് വരണം, കുറച്ച് വന്ന് 8ാമത് വരുന്ന നമ്പർ ഏതാണ് എന്നതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ചോദ്യങ്ങളുണ്ട്. ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഉത്തര സൂചിക ആൻസർ കീ പരിശോധിക്കുക. എന്നിട്ട് എത്ര എണ്ണം കറക്റ്റായി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ആൻസർ കീ ആദ്യ ചോദ്യം വരച്ച് ചേർക്കുകയാണ്. നോക്കൂ, 505നെ 495ലേക്ക് മാർക്ക് ചെയ്യുക. ഒന്ന് കാണിച്ചു തരാം. 505 + 495 ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും 1000 കിട്ടും. കണ്ടോ? ഇങ്ങനെ നിങ്ങൾ കൂട്ടാൻ പഠിക്കുക കേട്ടോ. അടുത്തത് 999 + 1 750 + 250 990 10 900 100. കണ്ടോ? എല്ലാം 1000 ആണ് കിട്ടുക. അടുത്ത ചോദ്യം, 5250 അക്ഷരത്തിൽ ഇതുപോലെ എഴുതുക. അടുത്തത് 7707 9018 9009 ഇതുപോലെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാണ്. അടുത്തത് അബാക്കസിൽ നോക്കൂ, ആദ്യം 1ന്റെ സ്ഥാനത്ത് 9 ബീഡ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിലും 9, ഇതിലും 9, ഇതിലും 9. 10000ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല. അപ്പോൾ 9999 ഇതിനോട് കൂടി 1 കൂട്ടിയാൽ നമുക്ക് 10000 കിട്ടും. അടുത്ത ചോദ്യം, കാറോട്ട മത്സരത്തിൽ നമുക്ക് 3500 2500 4000 ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കാം. ഉത്തരം 10000 വരും. കൂട്ടാൻ എല്ലാവർക്കും അറിയണം കേട്ടോ. അടുത്തത് 5, ടോട്ടോ കാറിൻ്റെ 4 ടയറുകളും മാറ്റാൻ നമുക്ക് 2 മെത്തേഡ് ചെയ്യാൻ പറ്റും. 2500നെ 4 ടയർ പറയുമ്പോൾ ഗുണനം 4 ചെയ്യാം. നിങ്ങൾക്ക് ഗുണനം 4 ഗുണിക്കാൻ അറിയുകയാണെങ്കിൽ ഈസിയാണ്. നമുക്ക് 10000 ഇവിടെ കിട്ടും. അത് അറിയാത്തവർ ഇതുപോലെ കൂട്ടി നോക്കുക. 2500നെ 4 പ്രാവശ്യം എഴുതി കൂട്ടിയാലും നിങ്ങൾക്ക് 10000 ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ ഇത് ചെയ്താലും മതി കേട്ടോ. ഇത് 2500 × 4 ആണ്. 5 കഴിഞ്ഞ 6ാമത്തെ നമുക്ക് പാറ്റേൺ അനുസരിച്ച് എഴുതാനാണ്. 500 1000 1500 500 500 ഗ്യാപ്പിൽ എഴുതുക. 2000 2500 3000 3500 4000 4500. അടുത്തത് 4000 6000 8000 പറയുമ്പോൾ 2000 2000 കൂട്ടി കൂട്ടി എഴുതുക. കണ്ടോ? 10000 12000 14000 16000 18000 20000. അടുത്തത് നോക്കൂ, 100 100 കൂട്ടി കൂട്ടി എഴുതുക. 7928 8028 8128 8228 8328 8428. അടുത്തത് 1111 കൂട്ടി കൂട്ടി എഴുതുക കേട്ടോ. 1111 4 1 കൂട്ടി കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. അടുത്തത് 100 കുറച്ച് കുറച്ച് എഴുതി വരിക. അപ്പോൾ 9200 കഴിഞ്ഞ് 9100 9000 8900 8800 8700 8600 ഇതുപോലെ ഉത്തരം വരും. അടുത്ത ചോദ്യം 7ാമത്തെ, 1000നും 1100നും ഇടയിൽ 0ത്തിൽ അവസാനിക്കുന്ന സംഖ്യകൾ 9 ആണ്. ഇതൊക്കെയാണ് നമ്പറുകൾ കേട്ടോ. 1010 1020 1030 1040 1050 1060 1070 1080 1090. അടുത്തത് 9999നും 10100നും ഇടയിലുള്ളതും 1ന്റെ സ്ഥാനത്ത് 0 വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതാനാണ്. എല്ലാ സംഖ്യകളും എഴുതുക. ഇതാണ് ആ സംഖ്യകൾ. അടുത്തത് ഞാൻ ആര്. 4000നും 5000നും ഇടയിലുള്ള സംഖ്യയാണ്. 1000ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് 1ന്റെ സ്ഥാനത്തെ അക്കം. അപ്പോൾ നോക്കൂ, 1000ന്റെ സ്ഥാനം 1 10 100 1000. 1000ന്റെ സ്ഥാനത്ത് 4. ഇതിൻ്റെ ഇരട്ടിയല്ലേ 8 1ന്റെ സ്ഥാനത്തെ അക്കം. അപ്പോൾ ആ കണ്ടീഷൻ ശരിയാണ്. 1000ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. കണ്ടോ? 1000ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 10ന്റെ സ്ഥാനം. 4ന്റെ പകുതി 2. അപ്പോൾ അതും കറക്റ്റായില്ലേ? അക്കങ്ങളുടെ തുക 19 ആണ്. അപ്പം നമ്മളിതെല്ലാം കൂടി 4 5 2 8 എല്ലാം കൂടി നമ്പറുകളെല്ലാം കൂട്ടിയാൽ നമുക്ക് 19 കിട്ടും. ഉത്തരം ശരിയാണ്, 4528. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാൻ. അടുത്തത് 9999 സംഖ്യയിൽ നിന്ന് 1000 വീതം കുറഞ്ഞു വന്നാൽ ഇതിൻ്റെ ഉത്തരം ഇതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് എഴുതുക. എന്നിട്ട് 8ാമത് വരുന്ന നമ്പർ ഇതാണ് കേട്ടോ. 2999 ആണ് നമ്മളുടെ ഉത്തരം വരിക. എഴുതി നോക്കിയിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് 10 ചോദ്യങ്ങളും 10 ഉത്തരങ്ങളും നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ള തന്നെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി നമ്മൾ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് മോഡൽ ചോദ്യപേപ്പറുകൾ ചെയ്യും. അത് നിങ്ങൾക്ക് എക്സാമിനുള്ള എല്ലാ ചാപ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യപേപ്പർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ചോദ്യപേപ്പറിൻ്റെ മോഡലെല്ലാം ചെയ്തിട്ട് വേണം എക്സാമിന് പോകണമെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഞങ്ങൾ മാക്സിമം ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ഓപ്ഷൻ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തുടർന്നും വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.